നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 10 ചൊവ്വാഴ്ച. സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ വിപണിയിലെ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ മാറ്റങ്ങളില്ലാതെയാണ് വ്യാപാരം നടക്കുന്നത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുതുക്കിയ അതേ നിരക്കിൽ തന്നെയാണ് ഇന്ന് വിപണി തുറന്നിരിക്കുന്നത്. ഇന്നത്തെ വില വിവരങ്ങൾ കൃത്യമായി നോക്കാം. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 14,475 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഒരു പവൻ സ്വർണം വാങ്ങാൻ ഇന്ന് 1,15,800 രൂപ നൽകണം. ഇതിനു പുറമെ പണിക്കൂലിയും GSTയും കൂടി വരുമ്പോൾ പവൻ വില ഇനിയും ഉയരും. ഇനി 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 11,965 രൂപയാണ്. വെള്ളിയുടെ വില നോക്കുകയാണെങ്കിൽ സാധാരണ വെള്ളി ഗ്രാമിന് 290 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 925 ഹോൾമാർക്ക് ചെയ്ത വെള്ളിയുടെ ഇന്നത്തെ കൃത്യമായ നിരക്കുകൾ വിപണിയിൽ ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സ്വർണ്ണവില പരിശോധിച്ചാൽ വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. ഫെബ്രുവരി മാസം തുടങ്ങിയപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 1,17,000 രൂപയ്ക്ക് മുകളിലായിരുന്നു വില. അവിടെ നിന്ന് 2 ദിവസത്തിനുള്ളിൽ വിപണിയിൽ വലിയൊരു ഇടിവ് നമ്മൾ കണ്ടു. പെട്ടെന്നുണ്ടായ ഈ കുറവ് സാധാരണക്കാരായ ഉപയോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ഏകദേശം 1,07,000 രൂപയിലേക്ക് വരെ സ്വർണ്ണവില താഴ്ന്ന ഒരു ഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ആ കുറവ് അധിക നേരം നീണ്ടു നിന്നില്ല. വിപണി വീണ്ടും തിരിച്ചു കയറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കഴിഞ്ഞ 2 ദിവസമായി സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങളില്ലാതെ ഒരു സ്റ്റേബിൾ അവസ്ഥയിൽ നിൽക്കുന്നത് സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവർക്ക് ഒരു തീരുമാനമെടുക്കാൻ സഹായകരമാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണവിലയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായും അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് ഇതിന് കാരണം. നിലവിൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില $5,000 മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് ചരിത്രപരമായ ഒരു വലിയ ഉയർച്ചയാണ്. ചൈനയിലെ സെൻട്രൽ ബാങ്ക് അവരുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. തുടർച്ചയായ 15ാം മാസമാണ് അവർ ഇത്തരത്തിൽ സ്വർണം വാങ്ങുന്നത്. ലോകത്തെ വലിയൊരു സാമ്പത്തിക ശക്തി ഇത്തരത്തിൽ സ്വർണം ശേഖരിക്കുന്നത് ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില കൂടാൻ കാരണമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ സാമ്പത്തിക നയങ്ങളും പലിശ നിരക്കിലെ മാറ്റങ്ങളും സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന അമേരിക്കയിലെ ഇൻഫ്ലേഷൻ ഡാറ്റയും തൊഴിൽ റിപ്പോർട്ടും സ്വർണ്ണവിലയിൽ ഇനിയും മാറ്റങ്ങൾ വരുത്തിയേക്കാം. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലും വില വർദ്ധിക്കും. എന്നാൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് ശേഷം വിപണിയിൽ ഒരു ചെറിയ തിരുത്തൽ അല്ലെങ്കിൽ കറക്ഷൻ നടക്കുമ്പോഴാണ് വില കുറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വിലക്കുറവ് ഇത്തരമൊരു താൽക്കാലിക തിരുത്തലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിപണിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിലെ ആഗോള വിപണിയിലെ ട്രെൻഡ് അനുസരിച്ച് വിലയിൽ നേരിയ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. എങ്കിലും ഒരു വലിയ കുതിച്ചുചാട്ടം ഇന്നുണ്ടായേക്കില്ല. കല്യാണ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സാഹചര്യം ശ്രദ്ധിക്കണം. വില വലിയ തോതിൽ കുറഞ്ഞ സമയത്ത് വാങ്ങാൻ സാധിക്കാത്തവർക്ക് വില കൂടുതൽ ഉയർന്നതിന് മുൻപ് ഇപ്പോഴത്തെ നിരക്കിൽ വാങ്ങുന്നത് ആലോചിക്കാവുന്നതാണ്. കാരണം ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയാണ് വിപണി നൽകുന്ന സൂചന. സ്വർണം ഒരു ആഭരണം എന്നതിലുപരി മികച്ചൊരു നിക്ഷേപമായി കാണുന്നവർക്കും ഇത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിന് പകരം ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ETF എന്നിവയെക്കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എന്നാൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് വിപണിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും സ്വന്തം സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും വേണം. വിപണിയിലെ ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കി മാത്രം നിങ്ങളുടെ പണം ഇടുക. സ്വർണ്ണവിലയിലെ ഇത്തരം പുതിയ വിശേഷങ്ങളും വിപണിയിലെ മാറ്റങ്ങളും വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്വർണ്ണവിലയിൽ വരുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു പ്രധാന സാമ്പത്തിക വാർത്തയുമായി വീണ്ടും കാണാം.